സിമ്പിളാന്ന് പറഞ്ഞ് അജയ് സാർ നമ്മളെ തിരിച്ചു കൊടുക്കും. എത്ര കറക്റ്റായിട്ട് അജയ് സാറിനെ അവരുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റിയിരിക്കണം അല്ലേ? കറക്റ്റാണ് ആ പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് എന്നെ 3.5 വർഷത്തെ ഫിജിക്കാട്ട് യാത്രയില് എന്ത് പ്രതിസന്ധി, എനിക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ഉത്തരം വളരെ കൃത്യമായിട്ട് അജയ് സാറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് ചിലപ്പോഴൊക്കെ ചില മാറ്റങ്ങൾ വരുമ്പോഴും ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ കംഫർട്ട് ആക്കിക്കൊണ്ട്, അല്ലേ, നമ്മളെ മാത്രമല്ല നമ്മുടെ ടീമിനെ കംഫർട്ട് ആക്കിക്കൊണ്ട് അജയ് സാറ് നമുക്കതിന് നമ്മുടെ കൂടെ നിൽക്കാറുണ്ട്, ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ. അപ്പോൾ വയനാട് സ്വദേശിയാണ് അജയ് സാറ്. ഏകദേശം 20-ൽ പരം വർഷത്തെ ഡയറക്ട് സെല്ലിംഗ് രംഗത്തെ പരിചയമായിട്ടാണ് ഫിജിക്കാട്ടിലേക്ക് അജയ് സാറ് കടന്നു വരുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്യാനും എല്ലാത്തിനും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഈ മേഖല വ്യത്യസ്തമായ ഒരു പുതിയ ദിശയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു ഹോപ്പും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ അജയ് സാറും ഒപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ സീനിയർ പ്രൊഡക്റ്റ് മാനേജറായിട്ടുള്ള ശരത് സാറും ഇന്ന് കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെ 3 പേരെയും പെരുമ്പാവൂർ ടീമിന്റെ പേരിൽ ഏറ്റവും ബഹുമാനത്തോടെ ഏറെ സ്നേഹാദരങ്ങളോടെ പ്ലീസ് വെൽക്കം റെസ്പെക്ടഡ് ജോസഫ് സാർ, അജയ് സാർ ആൻഡ് ശരത് സാർ. ന്യായമായിട്ട് എന്റെ സ്ഥാപനം ഇന്നത് നൽകാമെന്ന് പറഞ്ഞിട്ട് ഇന്നത് നൽകിയിട്ടില്ലെങ്കിൽ ഒരു ദേശം ആവശ്യമായിട്ട് ന്യായമായൊരു പരാതിയായിട്ട് വന്നാൽ ഞാൻ ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ ഞാൻ ഒറ്റ ചെക്കിൽ എഴുതി നിങ്ങൾക്ക് തീർന്നു തരും. ഓപ്പണായിട്ടുള്ള ചലഞ്ച നാളെ നമ്മുടെ പ്രോഗ്രാം നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഫിജിക്കാരുടെ പ്രോഗ്രാമുകൾ നമുക്കറിയാലോ, ഭയങ്കര വൈബായിരിക്കും. അതിൻ്റെ ഒരു വൈബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് നമ്മുടെ BGM ആണ്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്ന ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ്, എല്ലാവരും ക്ഷമിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഒരിക്കലുമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് പേർക്ക് വലിയ മോട്ടിവേഷനാണ്. അതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ വിദ്യാഭ്യാസമുള്ള വ്യക്തിയല്ല. പക്ഷേ വേദനിപ്പിക്കുന്ന ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട് അദ്ദേഹത്തിന്. താനൊരു സ്ത്രീയായി പോയി എന്നുള്ളത് കൊണ്ട് ഒരിക്കലും തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കടമകളിൽ നിന്നും കരഞ്ഞു മാറി നിൽക്കാതെ ഒരു കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അന്തസ്സായിട്ട് ഏറ്റെടുത്ത് നിശ്ചയദാർഢ്യത്തോടെ ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ മാറ്റിമറിച്ച കോഴിക്കോടിന്റെ റാണി, നമ്മുടെ ടീം ഓളിമ്പ്യന്റെ സ്വപ്ന റാണി, സ്വപ്ന NSLന്റെ വളരെയധികം സ്നേഹത്തോടെ കൂടി പ്ലീസ് വെൽക്കം സ്വപ്ന മേഡം. സ്വപ്ന മേഡം ഏറ്റവും സ്നേഹത്തോടെ സ്വപ്ന മേഡത്തെ ഞങ്ങൾ പെരുമ്പാവൂരിന്റെ അധികാരിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നും പ്രചോദനമാണല്ലേ നമ്മുടെ മനസ്സിൽ കാണുന്നത്. സ്വപ്ന മേഡം മനസ്സ് കാണുന്നുള്ളതാണ് സ്വപ്ന മേഡത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അനിത മേഡം പ്ലീസ് കം ടു ദ സ്റ്റേജ്. അനിത ജയ്സൺ SDM ലീഡർ സ്വപ്ന മേഡത്തെ പൊന്നാണ് അണിയിച്ച് സ്വീകരിക്കുന്നതിനായിട്ട് നമ്മുടെ മുഴുവൻ സ്നേഹവും ആദരവും സ്വപ്ന മേഡത്തിന് നൽകിക്കൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നമ്മുടെ മനസ്സിലിരിക്കുന്ന സ്വപ്ന മേഡത്തെ നമ്മൾ വെൽക്കം ചെയ്ത് സ്വീകരിക്കുകയാണ്. വെറും 8ാം ക്ലാസ് വിദ്യാഭ്യാസം കൊണ്ടും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന് തെളിയിച്ച കോഴിക്കോടിന്റെ സ്വപ്ന മേഡം, സ്വപ്ന റാണിയെ നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഇനി അടുത്തതായി സന്ധ്യ മേഡം, അടുത്തതായി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ജീവകാരാണ്. അടുത്തതായി വിജയമാണ്
അടുത്തതായിട്ട് പെരുമ്പാവൂർ ടീമിന്റെ വളർച്ച തുടങ്ങിയ കാലം മുതൽ ഓരോ ഘട്ടങ്ങളിലും നമ്മളോടൊപ്പം നിന്ന് പെരുമ്പാവൂർ എത്തി നമ്മൾക്ക് വേണ്ട ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നമ്മളെ പഠിപ്പിക്കാനായിട്ട് എഫേർട്ട് എടുത്ത് ഇവിടെ എത്തി വീടുകളിലും വന്ന് ചലോപാനത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ ഓരോ ടീം ബേസ് ചെയ്ത് ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് സ്റ്റേ ചെയ്തുകൊണ്ട് 2-3 ആഴ്ചക്കാലം പെരുമ്പാവൂർ എറണാകുളം മേഖലയിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലൂടെ എത്തി നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ആ പ്രോഗ്രാമിലേക്ക് ഗസ്റ്റുകളെ എത്തിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് ആ ചലോ ഭാരത് എന്ന് പറഞ്ഞ പ്രോഗ്രാം കമ്പനി ഉദ്ദേശിച്ചതിന്റെ എല്ലാ അർത്ഥത്തിലും പെരുമ്പാവൂർ ടീമിനെ ഒരു വളർച്ചയാക്കി മാറ്റാൻ നമ്മളോടൊപ്പം നിന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ടീം ഒളിമ്പിന്റെ വേഗതയുടെ രാജകുമാരൻ. കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഒരു സാധാരണക്കാരൻ നമ്മളിലേക്ക് എത്തി. ബാല്യത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടു, വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഒരു ലക്ഷ്യബോധമില്ലാതെ കിട്ടുന്ന എന്തെങ്കിലും ചെറിയ തൊഴിലുകളെടുത്ത് ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് സ്വന്തം സുഹൃത്തിന്റെ അടുത്ത് നിന്ന് ഫിജിക്കാരന്റെ പ്ലാൻ പ്രസന്റേഷൻ കേട്ട് ആദ്യം വേണോ എന്നൊന്ന് ശങ്കിച്ചു. പിന്നീട് അത് ഏറ്റെടുക്കുകയും ഫിജിക്കാട്ടിൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിലുള്ള ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഇന്ന് NSTM ലീഡറായി നമ്മളോടൊപ്പം നിൽക്കുന്ന വിപിൻദാസ് സാറിനെ പൊന്നാടണിയിച്ച് സ്വീകരിക്കുന്നതിനായി സെയിൽസ് മാനേജർ ബ്രാൻഡ് സെയിൽസ് മാനേജർ ഷിജു സാറിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, വേഗതയുടെ രാജകുമാരൻ കയറി കഴിഞ്ഞു അല്ലേ? ഇനി അടുത്തതാര്? ഈ ഒരു ലീഡറെ പറ്റി ഓർക്കുന്ന സമയത്ത് ഒരുപാട് കൃത്യതകളുള്ള വ്യക്തിയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. ഈ ഒരു വ്യക്തിയെ പറ്റി ഓർക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട്. കോഴിക്കോട് അസ്മാട്ട് അവരെ ഒരാൾ പോലും കൂട്ടിനില്ലാതെ ഈ ഒരു ബിസിനസ്സിൽ ഒരുപാട് കാലം ഒരുപാട് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാൻ പോയ ഒരു കഥ പറയുന്ന ഒരു ലീഡർ. ഈ ഒരു ബിസിനസ്സിൽ നമ്മളെല്ലാവരും നെഗറ്റീവ് ആവുന്നത് നമ്മുടെ കൂടെ ആരുമില്ല എന്ന് പറയുന്ന ഒരു സമയത്താണ് അല്ലേ? നമ്മൾ ഒരുപാട് പേരോട് പറഞ്ഞു, പക്ഷെ ആരും ജോയിൻ ചെയ്തില്ല എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മൾ പല ആളുകളും നെഗറ്റീവ് ആകാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്തോ ഈ ഒരു ബിസിനസ്സിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഈ ഒരു ബിസിനസ്സിൽ എനിക്കും വിജയിക്കാൻ സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോയ ഒരു ചെറുപ്പക്കാരൻ. ഏതൊരു ചെറുപ്പക്കാരൻ്റെയും സ്വപ്നമാണ് ഒരു ജോലി എന്ന് പറയുന്നത്. ആ ഒരു ജോലി ഒരു പ്രൈവറ്റ് ബാങ്കിൽ ജോലി ഉണ്ടായിരിക്കുക, ആ ഒരു ജോലി റിസൈൻ ചെയ്ത് കൂട്ടുകാരെ വിശ്വസിച്ച് ഈ ഒരു ബിസിനസ്സിൽ കയറി നിൽക്കുകയും പിന്നീട് ഒരാൾ പോലും കൂടെ നിൽക്കുന്ന സമയത്തും ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോയി ഇന്ന് ഓൾ ഓവറിന്റെ 5ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാനമായിരുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനും ഒരുപാട് ആളുകളിലേക്ക് വലിയ വരുമാനങ്ങൾ എത്തിച്ചുകൊണ്ട് ടീം റീപ്പേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന TRO എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനും കാരണക്കാരനായിട്ടുള്ള അതുൽനാഥ് NSTM ലീഡറെയാണ് അടുത്തതായി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓൾ ഫണ്ട് അച്ചീവറാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടും ഇന്നും ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം വരാൻ അദ്ദേഹം കാണിച്ച ഒരു മനസ്സ്. കാരണം ഫിസിക്കലി ചെറിയൊരു ചലഞ്ച് ഏറ്റെടുക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പ്രോഗ്രാം അത്രമേൽ ഇഷ്ടമായതുകൊണ്ടും പാർട്ട്നേഴ്സിനോട് അത്രമേൽ കമ്മിറ്റഡ് ആയതുകൊണ്ടും ഈ ഒരു ബിസിനസ്സിലേക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇന്ന് നമ്മളുടെ കൂടെ ഈ ഒരു പ്രോഗ്രാം ധന്യമാക്കാൻ വേണ്ടി വന്ന അതുൽനാഥ് സാറിനെ വളരെയധികം സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. അദ്ദേഹം ചെന്നൈയുടെ പഞ്ചായത്ത് നിശ്ചയദാർഢ്യത്തിന്റെ ആരൂപമെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന അതുൽ സാറിനെ വളരെയധികം സ്നേഹത്തോടു കൂടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്യുന്നു. അതുൽനാഥ് അദ്ദേഹത്തിന്റെ വേഷം കണ്ടാലൊക്കെ അവിടെ ഒരിക്കലും നമ്മൾ അതുൽ സാറിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. എന്നിട്ടും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോട് വരാൻ കാണിച്ച ഒരു മനസ്സിനെ നമുക്ക് കാണാതിരിക്കാനാവില്ല. ഒരുപാട് കൈകളോടുകൂടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ
ഇൻവൈറ്റ് ചെയ്യാണ്. ഏറ്റവും സ്നേഹത്തോടെ അതുൽ സാറിനെ പെരുമ്പാവൂർ അച്ചീവേഴ്സ് മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഗ്യത എന്താണ്? 18 വയസ്സ് പൂർത്തിയാവുക അല്ലേ? 18 വയസ്സ് പൂർത്തിയായി. ഇന്ന് 18ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് ഇന്ന് ഐഡി ഇരിക്കുന്നവരുണ്ടല്ലേ? എന്റെ മോനൊക്കെ 18 വയസ്സാവുമ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അതിന്റെ പിറ്റേ ദിവസം അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അതിന്റെ പിറ്റേ ദിവസം ഐഡി ഓപ്പൺ ചെയ്തു. ഒരുപാട് അമ്മമാരും അച്ഛന്മാരും അങ്ങനെയുണ്ട്. അപ്പൊ 18 വയസ്സ് പൂർത്തിയായ മക്കൾ മുതല് 90 വയസ്സായ നമ്മുടെ ടീമിലെ പാർട്ട്നേഴ്സിന് വരെ ആരാണ്? രഞ്ജുലാൽ സാറ്, വലിയേട്ടൻ അല്ലേ? ടീം ഒളിമ്പ്യന്റെ വലിയേട്ടനെയാണ് നമ്മളിനി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മ കാര്യം, നമ്മള് ഇത്തരം പല മറ്റു കമ്പനികളെയൊന്നും ഇകഴ്ത്തി സംസാരിക്കുന്നതല്ല, പക്ഷേ രഞ്ജുലാൽ സാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് ട്രെയിനിങ് ആവട്ടെ, ഏത് പ്രോഗ്രാം ആവട്ടെ, വെറുതെ നമ്മളിത് കാണുമ്പോഴാകട്ടെ അച്ഛനെ അമ്മയെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ശരിയല്ലേ? എന്റെ അച്ഛനെ അമ്മയെ കുറിച്ച് രഞ്ജുലാൽ സാറിന്റെ ഓരോ മീറ്റിങ്ങിലും അവരെ കുറിച്ച് ഓർത്ത് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പൊടിയാതെ ഞാൻ ആ ട്രെയിനിങ്ങോ മീറ്റിങ്ങോ അവസാനിപ്പിക്കാറില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ബിസിനസ് ചെയ്യാൻ നമ്മളെ ചിന്തിപ്പിച്ച ലീഡറാണ് രഞ്ജുലാൽ സാർ. ക്യാമ്പിന് നെല്ലിയാമ്പതിയിൽ പോയ സമയത്ത് സാറിനോട് ഞാൻ ചോദിച്ചു, സാറേ എവിടെ നിന്നാണ് സാറിന് ഈ വലിയേട്ടൻ എന്നുള്ള പേര് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, എനിക്കറിയില്ല മാഡം, എല്ലാവരും വിളിക്കുന്നത്. അത് കിട്ടിയത് ഓരോ എന്നെ പോലെയുള്ള ആളുകളുടെ മനസ്സിൽ നിന്നാണ് അല്ലേ? ഒരു വീട്ടിലെ ഏറ്റവും മൂത്ത ചേട്ടനെ പോലെ നമ്മുടെ വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഫിസിക്കൽ ബിസിനസ് വെറും കച്ചവടം മാത്രമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മുടെ അച്ഛനോട്, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് നമ്മൾക്കുള്ള കടമ നിർവഹിക്കാൻ നിങ്ങൾക്ക് ഈ ഭൂമി വിട്ടു പോകുമ്പോൾ സാധിക്കണമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുക്കുക. ഞങ്ങൾക്ക് വേണ്ടി, ബോധിസാറിന് വേണ്ടി നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുക്കേണ്ടതെന്ന് ഡയറക്റ്റ് നമ്മളോട് പറയുന്ന ലീഡറാണ് ദ ഗ്രേറ്റ് വലിയേട്ടൻ രഞ്ജുലാൽ സാർ. ഏറ്റവും സ്നേഹത്തോടെ എനിക്ക് വലിയ സന്തോഷമാണ് രഞ്ജുലാൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരു അവസരം എന്റെ ജീവിതത്തിൽ കിട്ടിയതിന്. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ രഞ്ജുലാൽ സാറിനെ പ്ലീസ് വെൽക്കം. രഞ്ജുലാൽ സാർ പെരുമ്പാവൂരിന്റെ മുഴുവൻ സ്നേഹത്തോടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം. ഓക്കെ, ഒരു ആരവം കഴിഞ്ഞല്ലേ? അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി ഒരേ ഒരു ലീഡറാണ് അവശേഷിക്കുന്നത്. കേട്ടിട്ടില്ലേ മഹാകവി വള്ളത്തോൾ പാടിയത്? ഭാഗമെന്ന കേട്ട അഭിമാനപൂരിതമാകുന്ന മന്ദരംഗം കേരളത്തിൽ കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകൾ അല്ലേ? നമ്മൾ കേൾക്കുന്ന ഒരു വരിയാണത്. ചില പേരുകൾ അങ്ങനെയാണ്. കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഞരമ്പുകളിൽ ചോര തിളയ്ക്കും, നമ്മുടെ ചോര ചൂട് പിടിക്കും, നമ്മുടെ അന്തരംഗം അഭിമാനപൂരിതമാകും. അതുപോലെ ഒരു വ്യക്തിത്വം ഫിസിക്കൽ ചെയ്ത ഓരോ പാർട്ട്നേഴ്സിന്റെ ഉള്ളിലേക്കും 1000 കുടം വെള്ളം കോരി അയച്ചാലും അണയാത്ത ഒരു തീ കൊളുത്തിത്തന്ന ഒരു ഒളിമ്പ്യൻ. പകരം വയ്ക്കാനില്ലാത്ത നേതൃമാണത്. ഒരുപാട് അനുഭവ സമ്പത്ത്. ഒരു സാധാരണ ജ്വല്ലറി സെയിൽസ്മാനിൽ നിന്നും മാറി വലിയൊരു ബിസിനസ്സുകാരനായ സമയത്ത് 14 കോടിയിലധികം രൂപ വരുമാനം നേടിക്കൊണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ ഫിസിക്കാട്ടിൽ ഇന്നും ഒന്നാമതായിട്ട് തുടരുന്ന ഒരു ഗ്രേറ്റ് ലീഡറെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്.
പ്രത്യേക മൈൻഡ് സെറ്റ് ഉള്ളവർക്കാണ് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക. നമ്മുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് ഒരു പ്രത്യേകമായ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് നമ്മളെ പഠിപ്പിച്ച ആ വലിയ മനുഷ്യൻ അല്ലെ, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയാനും ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിക്കാനും. മറ്റൊരു കാര്യമുണ്ട്, സാറിന് നമ്മളോടൊപ്പം ഉണ്ടല്ലോ. എനിക്ക് സാറിനെ കുറിച്ച് സൗമ്യ മേഡം ഒരു വരി കവിത പാടി. അപ്പൊ എന്റെ മനസ്സിലും സൗമ്യ മേഡം കവിത പാടിയപ്പോ ഞാനൊരു കവിത പാടിയെങ്കിൽ മോശമല്ലേ? അപ്പൊ എനിക്ക് സാറിനോട് പറയാം, സാറിനെ കുറിച്ച് ഒരു കവിത 2 വരി പാടാനുള്ളത്. സാർ 5 ടൈം NSTM ആണല്ലേ, ഒരുപാട് സമ്പാദിച്ചു. സാർ സമ്പാദിച്ചത് കണ്ട് നമ്മൾ അതിന്റെ പുറകെ നടക്കുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും അതിനിടയിൽ അവരവനെ കുറിച്ച് ചിന്തിക്കാതെ സാർ ഏകദേശം ഒരു 6 മാസക്കാലമായിട്ട് നമ്മളൊക്കെ തളർന്നപ്പോ നമ്മൾ എന്താ ശക്തി ഉണ്ടാവാൻ കുടിക്കണേ? ORS അല്ലെ, ഒരു ORSമായിട്ട് നമ്മളോട് ഒപ്പമുണ്ട്. ആ ഒപ്പം നടക്കുമ്പോ ഞങ്ങൾക്ക് തോന്നിയൊരു തോന്നലാണ്, അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അവലെ വിവേകികൾ എന്നാണ് കുമാരനാശാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെ. സ്വന്തം വളർച്ചയേക്കാൾ ഉപരി ടീമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സമയവും മനസ്സും ബുദ്ധിയും മാറ്റിവെക്കുന്ന നമ്മുടെ അഭിമാനം രജിത് സാറിനെ പൊന്നാട അണിയിച്ച് നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വീകരിക്കുന്നതിനായി കണ്ണൂരിന്റെ പടത്തലവൻ സുദർശൻ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സുദർശൻ സാർ. രജിത് സാറിനെ പെരുമ്പാവൂരിന്റെ മുഴുവൻ സ്നേഹവും കൊടുത്തുകൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം. വിശിഷ്ട വ്യക്തികളും സ്റ്റേജിലായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്രോഗ്രാം ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനായി ഭദ്രദീപം കൊളുത്തി ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ DSM ലെവൽ ലീഡേഴ്സിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഭദ്രദീപം കൊളുത്തി നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ DSM ലെവൽ ലീഡേഴ്സിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സ്മിതാമേടല്ലേ ചേഞ്ച് ആർക്കും ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ നമ്മള് വെളിച്ചമേ നയിച്ചാലും എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോ നമ്മൾ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ഒരു നിമിഷ നേരത്തേക്ക് നമ്മൾ പറഞ്ഞ പോലെ ഫിജിക്കാട്ട് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അല്ലെ? നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താൻ, സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാൻ, അതിന്
പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കയ്യിലിരിക്കുന്ന പ്ലക്കാർഡുകൾ ഉയർത്തുക. സേ നോ ടു ഡ്രഗ്സ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ബുദ്ധി എല്ലാം നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ക്ഷേമത്തിനാവട്ടെ. സേ നോ ടു ഡ്രഗ്സ്. Okay, thank you all. Thank you all leaders. Thank you Ajay sir, Joseph sir, Sharat sir. ഒരു ഫോട്ടോ സെഷൻ ഞാൻ അജേഷിനോടും ശരത്തിനോടും പറയായിരുന്നു, നമ്മളെ സ്നേഹം, ഫിജിക്കാരുടെ സ്നേഹമാണ് ഈ ഇരിക്കുന്ന എല്ലാവരും ഞാൻ പറയായിരുന്നു. കാരണം സ്വപ്ന ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ വിളിക്കുമ്പോൾ അത് പറയാൻ ഞാനിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഉള്ള കാര്യം പറയുന്നത്. ഇറ്റ് ഈസ് റിയലി ഓസം ഗ്രേറ്റ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് കാണുമ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ള ഒരു പേടി എന്നാലോ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഉയർത്തി വലുതാക്കണം എന്നുള്ളതാണ് എൻ്റെ ആ ഒരു പേടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലാണ് ഞങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ അവരോട് രണ്ടുപേരും എൻ്റെ ഇടവശത്ത് പലവശത്ത് നിന്നപ്പോൾ രണ്ടുപേരും പറഞ്ഞത് ഇതാണ് നമുക്കുള്ള ജനം. ഫിജിക്കാട്ട് നമുക്കറിയാം, ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരള ഗവൺമെന്റ് അതിനെ നിയമപരമായിട്ട് അതിനെ നിയമസാധുതയിലൂടെ ശരിക്കത് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്? നിയമപരമായിട്ട് എല്ലാവർക്കും എല്ലാം ലഭിക്കുന്ന, നന്മകൾ ലഭിക്കുന്ന, ഒത്തിരി നേട്ടങ്ങളുണ്ടാകുന്ന ബിസിനസ്സായി മാറണമെന്ന് സർക്കാരിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ 2018 ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ നിർദ്ദേശം കൊണ്ടുവന്നെങ്കിലും കേരള ഗവൺമെന്റാണ് അതിനൊരു പോളിസിയും മാനദണ്ഡങ്ങളും അതിനൊരു മോണിറ്ററിംഗ് സിസ്റ്റവും കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 19-ാം തീയതി കേരള ഗവൺമെന്റ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ശരിക്കും എല്ലാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും അതിന്റെ അതിന്റെ നിയമങ്ങളുടെ പരിധികളിൽ നിന്നുകൊണ്ട് അതിന് നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. 175-175ഓളം കമ്പനികൾ ഓൺലൈൻ അപ്ലൈ ചെയ്തെങ്കിലും ആദ്യത്തെ 10 കമ്പനികളല്ലാതെ ഫുൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത കമ്പനികളിൽ ഒന്നാണ് ഫിജിക്കാട്ട്. നമ്മളെ മുമ്പോട്ട് എത്ര ഫാസ്റ്റായിട്ട് ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ബിസിനസിന്റെ പവർ അറിയാമോ? ഈ കൊല്ലം ഇത് 19,000 കോടി രൂപയാണ് ഇത് ഇന്ത്യയിലെ ബിസിനസ്സിലെ നെറ്റ്വർക്ക് മാർക്കറ്റിലൂടെ നടക്കുന്നത്. KPMGയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് 2026 ഈ ബിസിനസിന്റെ ശക്തി 56,000 കോടി രൂപയിലേക്ക് എത്തുക. അപ്പൊ 56,000 കോടി രൂപയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? വേണ്ടേ? വേണം അല്ലേ? അപ്പൊ എന്തുമാത്രം വേണം നമുക്ക്? അപ്പൊ ഞാൻ ചെറിയൊരു ആഗ്രഹമുള്ളൂ, 3 കൊല്ലം 1,000 കോടിയിൽ എത്തുമെന്നുള്ളതാണ്. അടുത്ത കൊല്ലം നമുക്ക് 500 കോടി എത്തിക്കാമല്ലോ. ഇതിനകത്ത് 500 കോടിയിലേക്ക് എത്തിയാൽ ഈ 56,000 കോടി രൂപയിൽ 500 കോടി രൂപ കിട്ടിയാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, ഓരോരുത്തർക്കും എന്തുമാത്രം വളർച്ച ഉണ്ടാവും, എന്തുമാത്രം നേട്ടം ഉണ്ടാവും. അത് കണ്ടപ്പോൾ എല്ലാം ഗ്യാസും പോയോ? ഇല്ല. 500 കോടി രൂപ കിട്ടിയിട്ടുണ്ടോ എല്ലാം പോയോ? ഇല്ലല്ലോ. ഉണ്ട്. 1 കോടി എന്ന് പറഞ്ഞാൽ നിസ്സാരമാണെന്ന് പറയട്ടെ, വെറുതെ കോടിയിരിക്കുന്നൊന്നുമല്ല, അത് വലിയൊരു എമൗണ്ടാണ്. 1000 കോടി. ഞാനൊരു 3 ഫേസിലാണിത് സത്യം പറഞ്ഞതിന് നമ്മുടെ ഫിജിക്കാടിനെ വിഭാവനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ 56,000 കോടി രൂപയില് 560 കോടി രൂപയെങ്കിലും കിട്ടിയാൽ 1% ഉള്ളൂ. അതിനെന്തു ചെയ്യാം? ഇത് കിട്ടാനായിട്ട് വെറുതെ മതിയോ? ഇത് പവർഫുൾ ആയിട്ട് MC-മാരെ ഇവിടെ നിന്ന് തകർത്തത്.
നിങ്ങൾക്ക് ഗ്രേറ്റ് ലീഡേഴ്സ് നിങ്ങളുടെ കൂടെയുള്ള റീജിനെയും രഞ്ജുവിനെയും അതുകൊണ്ടൊക്കെ പോലെയുള്ള സ്വപ്നങ്ങളൊക്കെ പോലെയുള്ള ഒത്തിരി എല്ലാം അവിടുന്ന് ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഈ ബിസിനസ് കയറ്റാതിരിക്കാനായിട്ട്? എന്താ എന്തെങ്കിലും ഉണ്ടോ? ഇവന്റെ ഈ മൗനമാ പ്രശ്നം. ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ബിസിനസ് ഇറങ്ങണം. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ? നമ്മളിത് അങ്ങനെ ഒരാളോട് പറയും. ഇതൊക്കെ പറയാതെ ഇത് ഓരോ വാക്കിനും ഒരു 500 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ എങ്ങനെയുണ്ടോ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ പറയാൻ തയ്യാറാകുമോ? ആരെന്ത് പറഞ്ഞാലും എന്താ, എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്തുകൊണ്ടാണ്? നമ്മുടെ ലക്ഷ്യം വേറെല്ല. എവറസ്റ്റ് കീഴടക്കാനായിട്ട് പണ്ട് പെൻസിന് മികലാലും കൂടെ കയറിയപ്പോ താഴെ അവിടെ അത്ര ആൾക്കാരില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്ത് പറയും, കേരള മോനെ അവിടുന്ന് താഴേക്ക് വീഴുമെന്ന് പറയല്ലേ? അവർക്ക് കേൾക്കാൻ ചെവി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ കയറിയല്ലേ? അപ്പൊ ഇതൊന്നും കേൾക്കാൻ ചെവിയില്ലെങ്കിൽ നമുക്ക് പ്രയാസങ്ങളിലൂടെ കടന്നു പോകാൻ നമ്മൾ തയ്യാറായാൽ ശക്തരായ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലീഡേഴ്സായി നമ്മൾ മാറും. ഫിജി കാർഡിന്റെ പ്രത്യേകത എന്താ പറയുക? ഈ മോണിറ്ററിംഗ് സെല്ലിന്റെ ഔപചാരിക ഉദ്ഘാടനം ആകെ 10,000 പേരോളം നമുക്ക് പങ്കെടുത്തതിൽ 2,500-ലധികം പേരും 25% മുകളിൽ ഫിജി കാർഡിലെ അംഗങ്ങളായിരുന്നു. അവിടെയാണ് നമുക്കറിയാം. ബാക്കിയുള്ള എല്ലാവരും കൂടെ ഉണ്ടായിട്ട് 75 ഉണ്ടാക്കുമ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് 20% പിടിക്കാൻ പറ്റും. നമ്മള് മാനേജ്മെന്റ് വളരെ ശക്തമായ നടപടികളും നിലപാടുകളും എടുത്തിട്ടുണ്ട് ഈ ബിസിനസിന്റെ കാര്യങ്ങൾ നേരെയാക്കുവാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് നാളെ അവരോട് വന്നിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ പരിചിതനായ അജേഷ് ഇവിടെ ഉണ്ട്. എന്താണ്, ഹൃദ്രോഗിയായിട്ട് ചെന്ന യാസ്ത്രകളാക്കി മാറ്റാൻ തക്ക വിധത്തിൽ അത്രയും അപ്പൊ ഞാനവിടെ ഞാനൊരു ഡോക്ടറാണ്, MBBS അല്ല, PhD ആണെന്നേ ഉള്ളൂ. അപ്പൊ ഞാനവിടെ അജേഷൻ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടാവും. MBBS ആണ്, കാർഡിയോളജി സ്പെഷ്യലൈസ് ചെയ്തോന്ന് എനിക്കൊരു സംശയം തോന്നി. അത് കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അജേഷൻ അങ്ങനെ ലൈഫായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഈ നമ്മൾ വലുതാണെന്ന് വിചാരിച്ചാൽ എല്ലാം അല്ലേ, ഈ നെഗറ്റീവ്സ് എങ്ങനെയാണല്ലോ, ഹാർഡിലോ ഇവിടെ ഇരിക്കുവാനുണ്ട്, അവർക്ക് ചെറിയ വേദന, അത് ഹാർട്ട് അറ്റാക്കാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കായിട്ട് മാറും കേട്ടോ. പുള്ളി പറയാതെ കുഴപ്പമൊന്നുമില്ല, അത് ഗ്യാസ് ട്രബിൾ അവർ മോട്ടർ ചോദിച്ചുകൊണ്ട് കുത്തിയാവതി എന്ന് പറയും. അതുകൊണ്ട് ആ ഗ്യാസ് പോയി കിട്ടും, പിന്നെ ട്രബിളില്ല. നമ്മൾ ഈ പെയിൻസിനെ ഒന്നും എടുക്കാൻ നിൽക്കുന്നത്, അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും. എത്രയോ ആൾക്കാരെ രോഗങ്ങളെ ചെറുത് തോപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ശ്രദ്ധിക്കേണ്ട ഒരേ കാര്യം ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ നിൽക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ട് തരാനായിട്ട് മാനേജ്മെന്റ് റെഡിയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ വരെ നിങ്ങൾ കണ്ടിരുന്ന ഒരു വെബ്സൈറ്റ് അല്ല കോടിക്കണക്കിന് രൂപ മുടക്കി മാസങ്ങളുടെ ശ്രമഫലമായിട്ട് നാളെയാണത് ലോഞ്ച് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടെ നിങ്ങൾ പുതിയ വെബ്സൈറ്റ്, പുതിയ വെബ്സൈറ്റ് വരികയാണ്. പുതിയ വെബ്സൈറ്റ് വരുമ്പോൾ അത് ഒത്തിരി മാറ്റങ്ങളാണ്. നിങ്ങൾ ഒരു തടസ്സങ്ങളില്ലാതെ എല്ലാ റിപ്പോർട്ടുകളും കാണാം, നിങ്ങൾക്ക് എല്ലാം സെയിലെടുക്കാം. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിന് പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ മാനേജ്മെന്റ് ചെയ്തു കഴിഞ്ഞു. കോയമ്പത്തൂർ നല്ലൊരു സെറ്റപ്പിൽ പുതിയ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം. കാരണം എന്താണോ, നിങ്ങൾ എവിടെ പോയാലും രാജ്യത്തിന്റെ ഏത് മൂലയിൽ പോയാലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. മേഘാലയയിൽ നമ്മൾ 2 സ്റ്റോറുകൾ തുടങ്ങി കഴിഞ്ഞു. ഇനി അത് ഡൽഹിയിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാനായിട്ട് നമ്മൾ പോകുന്നു. അതുകൊണ്ട് ഇത് നമ്മുടെ ആസാമിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ ആസാമിൽ പോകുമ്പോഴേ അതിനായിട്ട് ചോദിച്ചിട്ടുണ്ടോ, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു സാറേ, ബാക്കിയുള്ള കാര്യങ്ങള് പൂർണ്ണ പിന്തുണ എന്നുണ്ടെന്ന് പറയും. കാരണം നമുക്കറിയില്ല ഈ ഡയമണ്ട് എവിടെ കിടക്കുന്നത് അല്ലേ. ഇതെങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 കിലോ സ്വർണം കിട്ടി, 2 കിലോ സ്വർണം കിട്ടി, പിന്നെ ഇടയ്ക്ക് യൂറോപ്പിൽ പോയി 50,000 രൂപ കിട്ടി, 5 ലക്ഷം രൂപ കിട്ടി, 1 കോടിയൊക്കെ കിട്ടി കഴിയുമ്പോ ഒരു വലിയ കാര്യം കൂടി കിട്ടിയാലോ. അതിനുള്ള നിങ്ങൾ ഇന്ന് കണ്ട ഒരു പ്ലാനൊന്നും അല്ല കേട്ടോ, അതിന്റെ വലിയൊരു പ്ലാനാണ് നമ്മളിപ്പോ പണിപ്പുരയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 1 കോടി കൊണ്ട് അവസാനിച്ചു, അത് കോടികൾ ക്രോസ് ചെയ്യുന്ന പദ്ധതികളാണ് ഞങ്ങളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ഒരു 6 മാസത്തിനുള്ളിൽ വിസിറ്റിംഗ് കാർഡിന്റെ തകർപ്പനൊരു ഓഫീസ്, തകർപ്പനൊരു ഓഫീസ് വേറെ ദിവസം കൂടി നിങ്ങൾ കാണും. അതിനുള്ള നടപടി തുടങ്ങി. ഞാൻ ഇതൊക്കെ പറഞ്ഞ എന്താണെന്നറിയാമോ? നമ്മുടെ ലക്ഷ്യം എത്ര? 56,000 കോടി രൂപയിൽ ഒരു ചെറിയ പോർഷൻ. ഞാൻ 260 വയ്ക്കുന്നു. നമുക്ക് എല്ലാവരും വിചാരിച്ച 5,600 എത്തിക്കുക അല്ലേ? പറ്റുമോ? യെസ്. നിങ്ങളുടെ സമയം അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രോഡക്ട്സ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇടതടവില്ലാതെ പ്രോഡക്ട്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല പ്രോഡക്ട്സും എപ്പോൾ ചോദിച്ചാൽ കിട്ടുന്ന രീതിയിലും ഏറ്റവും നല്ല ക്വാളിറ്റിയിലും പ്രത്യേക USPs ഉള്ള പ്രോഡക്ട്സുകൾ കൊണ്ടുവരാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. വിസിറ്റിംഗ് കാർഡ് ഒരു പക്ഷേ നിങ്ങൾ ഉണ്ടായിരുന്നവർക്ക് പണ്ട് കണ്ട വിസിറ്റിംഗ് കാർഡ് അല്ല ഇന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിൻ്റെ മാറ്റങ്ങൾക്ക് ഒരു ടീമായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ ലക്ഷ്യം ഞാൻ പറഞ്ഞ ഒരു ഉദ്ദേശമേ ഉള്ളൂ. എന്താണ് അതൊരു ഉദ്ദേശം? 56,000 കോടി രൂപ. നേരത്തെ എംസി വളരെ കേട്ടു പണമില്ലാത്തതും ഗുണമാണ് അല്ലേ? എംസിയുടെ അനൗൺസ് ചെയ്ത് ഞാൻ കേട്ടു. യെസ്, നിങ്ങളുടെ പണം വരുമ്പോഴുണ്ടല്ലോ കോടിയുള്ളവർ വിളിക്കുന്ന എന്താ പേര്? കോടീശ്വരൻ. ഈശ്വരാന്ന്. ഈശ്വരാന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതാണ് പണത്തിന്റെ വില. ആ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ബിസിനസ്സിലൂടെ, എല്ലാ പാരമ്പര്യ ബിസിനസ്സുകൾക്ക് അതീതമായിട്ടുള്ള, അതിന്റെ നെഗറ്റീവ്സ് ഒന്നുമില്ലാത്ത ഏറ്റവും നല്ല പോസിറ്റീവ്സ് ഉള്ള നല്ല ബിസിനസ്സുകളാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. വിസിറ്റിംഗ് കാർഡ് അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധമാണ്. ഒറ്റ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്കറിയാമല്ലേ, ഒരു ചെറിയ സെയിം ഉണ്ട്. ഡിഫിക്കൽട്ട് റോഡ്സ് ബിൽഡ് സ്കിൽഫുൾ ഡ്രൈവേഴ്സ്, ഡിഫിക്കൽട്ട് വേൾഡ്സ് ബിൽഡ് പെർഫെക്റ്റ് സെയിലേഴ്സ്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ബിൽഡ് സ്ട്രോങ് പീപ്പിൾ. അതായത് ദുഃഖകരമായ വഴികളാണ് ഏറ്റവും നല്ല ഡ്രൈവർമാരെ സൃഷ്ടിക്കുന്നത്. ഏറ്റവും പ്രക്ഷുബ്ധമായ കടലിലൂടെ പോകുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് സെയിലറെ സൃഷ്ടിക്കുന്നത്. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അവസാന നിമിഷം വരെ പിടിവിടാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് പിടിവിടാതെ കൂടെ നിൽക്കുക. കാര്യം നമ്മുടെ ലക്ഷ്യം 56,000 കോടിയുടെ ഭാഗമാണെന്നുള്ളത് മറക്കണ്ട. ഞങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മൾ ഒരുമിച്ച് മുന്നേറും, ആ ലക്ഷ്യം നേടുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോസഫ് സാർ. വളരെ മനോഹരമായിട്ട് നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് വീണ്ടും പ്രതീക്ഷയുടെ പുത്തിരി കത്തിച്ചിരിക്കുകയാണ് അല്ലേ ജോസഫ് സാറ്? പക്ഷേ ജോസഫ് സാറ് കോടികളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മായാലോകത്ത് പെട്ടിട്ടാണോ നിങ്ങൾ കൈയടിക്കാത്തത്? അതെയോ നമ്മളൊക്കെ എല്ലാ ദിവസവും സാറേ, ഞങ്ങളെ സംബന്ധിച്ച് റിജു സാറിന് കിട്ടിയ 5 5 ടൈം ഇൻഡസ്ട്രിയും സന്ധ്യയുടെയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കും 5 കൂടി കിട്ടിയ ഫീലാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് കോടികൾ ഞങ്ങൾക്ക് വളരെ ചെറുതാണ്. 100 കോടി സ്വപ്നമാണെന്നാണ് ഞങ്ങൾ രഞ്ജുലാൽ സാർ പഠിപ്പിച്ചത്. അപ്പൊ പിന്നെ 1 കോടി ചെറുതല്ലേ? അതുകൊണ്ടായിരിക്കും എല്ലാവരും 1 കോടി 2 കോടി എന്ന് പറഞ്ഞിട്ട് കൈയടിക്കാത്തത് അല്ലേ? അപ്പൊ ഞങ്ങൾ എപ്പോഴും കോടികളെ കുറിച്ച് സംസാരിച്ച് കോടികൾ ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ട പലതും നമ്മളിലേക്ക് എത്തിക്കാനാണ് ഇന്നിവിടെ ഓരോരുത്തരും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ആ സന്തോഷം, എക്സൈറ്റ്മെന്റ് എല്ലാം നിങ്ങളുടെ പ്രതികരണങ്ങളായിട്ട്, കയ്യടികളായിട്ട് ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ പ്രോഗ്രാം കൂടുതൽ ഭംഗിയാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് അജയ് സാറിനെ വിളിക്കുകയാണ്. നമുക്ക് ഏറെ പ്രിയപ്പെട്ട അജയ് സാറിനെ ഇനി ആരും ട്രോളരുത്. ഞാൻ ആലങ്കാരികമായിട്ട് ഒന്ന് വിളിച്ചതാണ്. ഞങ്ങള് ഇവിടുന്ന് ചില ആൾക്കാർ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ പേസ്റ്റ് വരാൻ വൈകി, സോപ്പ് വരാൻ വൈകി എന്നൊക്കെ പറഞ്ഞ് മസിലിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കണ്ടാൽ പോലും മിണ്ടൂല. അപ്പൊ പെട്ടെന്ന് ഞങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്യും. 25 സീറ്റുള്ള ഒരു വാനുണ്ട്, ഹെഡ് ഓഫീസിൽ പോകണം, പ്രശ്നമുള്ളവരൊക്കെ കയറണം എന്ന് പറയുമ്പോൾ ആരോടും മിണ്ടാതെ ചില ആൾക്കാർ കയറി സീറ്റിലിരിക്കും. പ്രശ്നമല്ലേ, പേസ്റ്റ് വന്നിട്ടില്ല, വലിയൊരു പ്രശ്നമായിട്ടാണ് പോണത് അല്ലേ? 5 കോടിയൊന്നും അവിടെ ഓർക്കൂല, എന്റെ പേസ്റ്റ് വന്നിട്ടില്ല. പ്രശ്നം തന്നെയാണത്. പക്ഷെ അത്ഭുതം എന്താണെന്നറിയോ? ഹെഡ് ഓഫീസിൽ പോയി അജയ് സാറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് തിരിച്ച് പിന്നെ ഹാപ്പി ആയിട്ട് കളിച്ച് തിരിച്ച് പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരിക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് ആരും സാറിനെ ട്രോളരുത്. നമ്മുടെ പ്രോബ്ലങ്ങളുമായിട്ട് അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സാർ ഒരു പരിഹാരമാണ്, ഒരു ആശ്വാസമാണ്. അതെപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ സാറിന് വീണ്ടും നമ്മുടെ കമ്പനി മാറിയ സാഹചര്യത്തിൽ ഡയറക്ട് സെല്ലിംഗ് രംഗത്തേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേന്ദ്ര സംസ്ഥാന
Good morning to all. ഗുഡ് മോർണിംഗ്. സന്ധ്യാവനം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞത് അവരുടെ തോന്നലിൽ നിന്നാണ്. ആ തോന്നലിൽ പറഞ്ഞൊരു കാര്യം അത് ഓടിയാൽ ഇല്ലെങ്കിൽ ഞാനത് ആസ്വദിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നാൽ ഒരാൾക്ക് മനസ്സിലാവും അദ്ദേഹം ഈ ബിസിനസ് ജോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചിന്തിച്ചാണ് ഈ ബിസിനസ് വരിക. പക്ഷെ അദ്ദേഹത്തിന് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് 2 ആളുകളെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളെ ഈ ബിസിനസ് കൊണ്ടുവരണം. കാരണം ബന്ധങ്ങളിലൂടെ ഈ ബിസിനസ് വളർത്താൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പോയി സംസാരിക്കുന്ന ആളുകൾ ആരാണോ അവർ ഈ ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ അവരുടെ പ്രശ്നത്തെക്കുറിച്ച് അവർ റിയലൈസ് ചെയ്യുകയും ആ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള തോന്നലുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അവർ ഈ ഇൻഡസ്ട്രി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നം നിങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നമല്ല ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനേക്കാൾ വലിയ പ്രശ്നം മറ്റനേകം ഉണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കാനും ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കാനും പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ഏതുണ്ട് എന്ന് ചോദിച്ചാൽ അത് ഒരൊറ്റ ഇൻഡസ്ട്രിയേ ഉള്ളൂ, അത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അപ്പൊ അവിടെ നിങ്ങൾ വലിയ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോഴും ആ പ്രശ്നത്തെ ഏറ്റവും ലഘൂകരിക്കാനും നിങ്ങളുടെ ലക്ഷ്യത്തെ ആ പ്രശ്നങ്ങളെക്കാൾ വലുതാണെന്ന് കാണിക്കാനും ചില ഓർമ്മപ്പെടുത്തൽ അതിനുവേണ്ടി മാത്രമേ ഞാൻ ശ്രമിക്കാറുള്ളൂ. ആ ശ്രമം ചില സമയങ്ങളിൽ വിജയിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സന്ധ്യ മാഡം സൂചിപ്പിച്ച കാര്യം എന്ന് ഞാൻ പറയുന്നു. ഇപ്പോ ഈ ഒരു ബിസിനസിന്റെ വലിപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് ഈ ഒരു മേഖല സ്റ്റാർട്ട് ചെയ്തത് 90കളിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ് ആണെങ്കിൽ ഇന്നെടുത്ത് നോക്കിയാൽ ഏകദേശം 30 വർഷത്തോളമായിട്ടുണ്ട് ഈ ഇൻഡസ്ട്രി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇതിന് കുറേ ചീത്തപ്പേരുകളുണ്ട്. കുറേ ആളുകൾ ഈ മേഖലയിൽ നിയമപരമായ കുടുക്കുകളിൽപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഇതിന്റെ മേലെ ഗൈഡ് ലൈൻ കൊണ്ടുവരുന്നതും അതിനുശേഷം ഇത് നിയമപ്രാബല്യം ഉണ്ടാക്കുന്നതും ഒക്കെ ഒരു 30 വർഷ കാലയളവ് എടുത്തിട്ടാണ് എന്ന് പറയുമ്പോൾ ഈ മേഖലയെക്കുറിച്ച് ഗവൺമെന്റ് പോലും മനസ്സിലാക്കാൻ 30 വർഷം എടുത്തു എന്നുള്ളതാണ്. ഗവൺമെന്റ് 30 വർഷം എടുത്ത് മനസ്സിലാക്കിയ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഈ ബിസിനസിന്റെ വലിപ്പം വർദ്ധിക്കുന്നേ ഉള്ളൂ. ഇനിയാണ് ഈ ഇൻഡസ്ട്രി യഥാർത്ഥ രൂപം കാണിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഇപ്പോൾ ഇതിനൊരു നിയമപ്രാബല്യം കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള ഉത്തരം ഇത്രയേറെ ആളുകളെ, അത് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ആളുകളാവാം അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളാവാം, എന്നുള്ളിടത്തുനിന്ന് തുടങ്ങി സിവിൽ സർവീസ് കഴിഞ്ഞ ആളുകൾ, അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകർ തുടങ്ങി പോലീസ് ഓഫീസേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഹൈ വാല്യൂ പ്രൊഫഷൻസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ്സും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അടങ്ങുന്ന ആളുകൾ, വിദ്യാഭ്യാസപരമായി നോക്കിയാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിവിൽ സർവീസ് കഴിഞ്ഞ ആളുകൾ വരെ ഉൾക്കൊള്ളുന്ന ഒരു ഇൻഡസ്ട്രിയായി ഇന്ന് ഫിജിക്കാർഡിന്റെ പ്ലാറ്റ്ഫോം പോലും മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു തിരിച്ചറിവിന്റെ ഭാഗമാണ്. ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും നിൽക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാനും എല്ലാവർക്കും സാമ്പത്തികമായ സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയ മറ്റൊരു മേഖലയും യോഗ്യതയെ മാനദണ്ഡമാക്കാതെ, അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടുകളോ പ്രായഭേദങ്ങളോ അല്ലെങ്കിൽ മതപരമായ ഭേദങ്ങളോ രാഷ്ട്രീയപരമായ ഭേദങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നതും എല്ലാവർക്കും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. അത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഫിജിക്കാർഡിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഫിജിക്കാർഡിന്റെ മാനേജ്മെന്റ് എടുത്തിട്ടുള്ള തീരുമാനം. നമ്മുടെ ഓരോ വിലയിരുത്തൽ എടുക്കുമ്പോഴും ഒരു സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച്
ആ കമ്പനി സക്സസ്ഫുൾ ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ കഴിഞ്ഞ കാല പ്രവർത്തനത്തിൽ പരാജയങ്ങളും ഉണ്ടാവും, വിജയങ്ങളും ഉണ്ടാവും. പരാജയങ്ങൾ ഒരിക്കലും നടക്കരുത് എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു പ്രവർത്തനവും ഇന്ന് വരെ ലോകത്തൊന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളതുണ്ട്. ഇപ്പൊ വിജയ് കാട്ടിന്റെ കഴിഞ്ഞ 7 വർഷത്തെ പ്രവർത്തനം നോക്കിയാൽ ആ 7 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരുപാട് പരാജയപ്പെട്ട കാരണങ്ങളുണ്ട്. കാരണം വിജയ് കാട്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ കമ്പനിയാണ്. മാർക്കറ്റിൽ പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചാണെങ്കിലും മാർക്കറ്റിംഗ് രീതിയെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ സെയിൽസ് ഫോഴ്സിനെ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരാജയങ്ങളെ തിരിച്ചറിവാക്കിയെടുത്ത് അത് തിരുത്താൻ തയ്യാറായിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള നിയമത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ലക്ഷ്യത്തിൽ നമ്മൾ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുകയും അതിനനുസരിച്ചുള്ള പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ജോസഫ് സാറ് കുറച്ച് കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മുൻകാലങ്ങളിലൊക്കെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിക്കും. പക്ഷെ അതിന്റെ പുറകെ പോകുന്ന ചില കാര്യങ്ങൾ ചിലയിടങ്ങളിൽ മാത്രം എത്തുന്നു എന്നുള്ളതാണെങ്കിൽ ഇപ്പോ ആ തിരിച്ചറിവിൽ നിന്ന് വിജയ് കാട്ട് എടുത്ത തീരുമാനം ഇനി നടപ്പാക്കി തുടങ്ങിയതിന് ശേഷമായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങളായിരിക്കും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് ഫീൽഡിലുണ്ടാവുക. ഒരുപാട് പരീക്ഷണങ്ങളെ ഫീൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി ഇന്ന് വിജയ് കാട്ടിന്റെ മാനേജ്മെന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിൽ ഇപ്പൊ ആരെങ്കിലുമൊക്കെ ചിലപ്പോ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈമായിട്ട് പ്രവർത്തിക്കാമെന്ന് തീരുമാനിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിലേക്ക് മാറുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിസിനസ്സിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നത് വിജയ് കാട്ടിന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ പഠിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ആശയങ്ങളെ അത് ക്ഷമയോടും വിനയത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ കേൾക്കാൻ തയ്യാറായാൽ കമ്പനികളിൽ ശക്തമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനിയാണ് വിജയ് കാട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് പോയ ആളുകൾക്കൊക്കെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നമ്മുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഒരു ചെറിയ ഇന്റർവെല്ലിൽ അവർക്ക് മറ്റു കാര്യങ്ങളെ ബോധ്യപ്പെടാനായിരിക്കും മറ്റെവിടെയെങ്കിലും പോയിട്ടുണ്ടാവുക. അവരൊക്കെ എന്ത് ചെയ്യും? അവർക്കൊക്കെ തിരിച്ചു വരാൻ ഒരേ ഒരു ഇടമേ ഉണ്ടാവൂ. അത് ഭാവിയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നതും എടുത്തു പറയാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പേര് വിജയ് കാട്ട് മാത്രമാണ്. അതുകൊണ്ട് പോയ ഒരാളെയും നിങ്ങൾ വെറുപ്പിക്കേണ്ട, അല്ലെങ്കിൽ മാറി നിൽക്കുന്ന ഒരാളെയും വെറുപ്പിക്കേണ്ട. ഇനി നിങ്ങൾ പറയുന്നത് ഇപ്പോഴത്തെ സമയത്ത് നിങ്ങൾ പോയി ബിസിനസ് പറയുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവർ ബോധ്യപ്പെടുകയും തിരിച്ചു വരികയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഏതെങ്കിലും കാര്യം കേട്ടപാടെ ഉടനെ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ടോ? ഇവിടെ എത്രത്തോളം മോട്ടിവേഷൻ നടന്നാലും എത്രത്തോളം വിജയ് കാട്ടിന്റെ പ്രാധാന്യം എന്ത് എന്നാണ് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. അത് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചവർക്കൊക്കെ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് ഒരു വ്യക്തിയെ ഞാൻ നമ്മുടെ ഹോളിന്റെ ഫ്രണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സാർ, മേഡം എന്നൊക്കെ ആണെങ്കിലും ആ ആളെ നമ്മൾ ഒരിക്കലും സാറിന് വിളിക്കാറില്ല. നമ്മുടെ സ്വന്തം ചാലക്കുടി സ്റ്റോറിന്റെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പെരുമ്പാവൂരിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് നമ്മളെ താങ്ങി നിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ചാലക്കുടി സ്റ്റോറിലെ നമ്മുടെ സ്വന്തം സുമേഷ് ചേട്ടൻ. അപ്പൊ സുമേഷ് ചേട്ടൻ പുറകിലിരിക്കുന്ന ആളല്ല. ഞങ്ങളെ സംബന്ധിച്ച് സുമേഷ് ചേട്ടൻ ഞങ്ങൾക്കൊപ്പം മുന്നിൽ തന്നെ ഉണ്ടാവുന്ന ഒരാളാണ്. അതുകൊണ്ട് മുൻനിരയിലേക്ക് സുമേഷ് ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന ഫ്രണ്ടിൽ തന്നെ സുമേഷ് ചേട്ടൻ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു സുമേഷ് ചേട്ടാ. ഒരു 70% പർച്ചേസ് നമ്മൾ കൊടുക്കുന്നത് ചാലക്കുടി സ്റ്റോറിലാണ്. ഒരുപാട് കംപ്ലൈന്റുകൾ പറയുന്ന സമയത്തും അതൊക്കെ തിരിച്ചു
ഉറപ്പായിട്ടും ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം. അടുത്തത് നമുക്ക് അജയ് സാറിനെയും ജോസഫ് സാറിനെയും ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഒരിക്കൽ കൂടി ഒന്ന് വേദിയിലേക്ക്, ഒരു പ്രാവശ്യം കൂടി വേദിയിലേക്ക് വരണം. പെരുമ്പാവൂർ ടീമിന്റെ ജ്വാല 2025 ഒരു സ്നേഹോപഹാരം നൽകാൻ വേണ്ടിയിട്ട് ടീം പാർട്ടിയുടെ അമരക്കാരനായിട്ടുള്ള ഹസൈന സാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഹസൈന സാർ. ജ്വാല 2025ന്റെ പെരുമ്പാവൂർ അച്ചീവേഴ്സ് മീറ്റിന്റെ സ്നേഹാദരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ള കമ്പനി മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് പെരുമ്പാവൂരിന്റെ സ്നേഹം ജ്വാല 2025. താങ്ക് യു ഹസൈന സാർ. താങ്ക് യു സാർ. അടുത്തതായി നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും കാതലായ ഒരു ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ചീഫ് ഗസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ ഒരു താരം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഓടി നടന്ന റാങ്ക് അച്ചീവർ ഒരുപാട് ആളുകളുണ്ട്. അവരെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നു. നമുക്കറിയാം, സന്ധ്യ മാം ഇവിടെ പ്ലാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു കമ്പനിക്ക് 13 റാങ്കുകൾ ഉണ്ട് എന്ന്. അതിൽ എല്ലാ ലീഡേഴ്സും പറയുന്ന ഒരു കാര്യമാണ് 13 റാങ്ക് ഉണ്ടെങ്കിലും കമ്പനിയുടെ ഒന്നാമത്തെ റാങ്ക്, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു റാങ്ക് എന്ന്. ആ റാങ്കിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഇന്ന് നമ്മുടെ ഈ ഒരു സ്റ്റേജിന്റെ ഫ്രണ്ടിലുണ്ട്. അവരെയാണ് ആദ്യം നമ്മൾ ഈ ഒരു ഹോളിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് മൊമെന്റ് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ SDO ലീഡേഴ്സിനും മൊമെന്റ് കൈമാറാൻ വേണ്ടിയിട്ട് നമ്മുടെ വിപിൻ സാറിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. NSDM വിപിൻ സാർ, പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ്. അപ്പോ നമ്മളിന്ന് നടക്കുന്നത് ഇന്നത്തെ താരങ്ങളാണ്. ഇന്നത്തെ താരങ്ങള് ഗ്രേറ്റ് ലീഡേഴ്സിന്റെ കയ്യിൽ നിന്നും അച്ചീവ്മെന്റ്സുകൾ ഏറ്റുവാങ്ങാൻ വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ എഫേർട്ടിന് പൂർത്തീകരണം, അതിനൊരു സമ്മാനം കിട്ടുന്ന ദിവസമാണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് ഒന്നാം റാങ്ക് അച്ചീവ് ചെയ്ത എല്ലാ ലീഡേഴ്സും വളണ്ടിയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ട് തന്നെ സമയബന്ധിതമായിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരിക, മൊമെന്റോ സ്വീകരിക്കുക, നമ്മുടെ സ്നേഹം നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ ഓക്കെ. സെയിൽസ് എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് പ്ലീസ് നോട്ടീസ്. ഇത് നിങ്ങളുടെ ടേൺ ആണ്. എല്ലാ സെയിൽസ് എക്സിക്യൂട്ടീവും ഒരു സ്പെഷ്യൽ അറ്റൻഷനോട് കൂടിയിട്ട് ഇരിക്കാൻ നിങ്ങളുടെ പേര് വിളിക്കുന്ന സമയത്ത്. നിങ്ങൾ കറക്റ്റ് ടൈമിൽ കയറി വരാൻ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. ലില്ലി മാഡം, ലില്ലി മാം, സത്നി മാം, ബെനിസ, ലൂസി മാം, ഷൈനി മാഡം, രാധ മാഡം, വിളിക്കുന്നവർ ഫാസ്റ്റായിട്ട് സൈഡിൽ ബന്ധപ്പെടുക. രാധ മാം, ദീപ്തി മാഡം, വലിയ കയ്യടി. ഒന്നാം റാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഏറെ ശ്രമകരമാണ് ഒന്നാം റാങ്കിൽ എത്തിക്കെത്താൻ. ആ മൈൻഡ് സെറ്റ് ഇപ്പോൾ നമ്മുടെ ജോസഫ് സാർ, അജയ് സാർ സൂചിപ്പിച്ച പോലെ മറ്റുള്ളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് അച്ചീവ് ചെയ്തവരാണ് ഇവർ ഓരോരുത്തരും. അപ്പൊ ഇവർക്ക് കൊടുക്കേണ്ട കയ്യടി അല്ലെ, വീട്ടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, സ്വന്തം മനസ്സിൽ നിന്നൊക്കെ നെഗറ്റിവിറ്റികൾ കയറി വരുമ്പോഴും നോ, ഞാനിങ്ങനെ വീണ്ടും പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് നേട്ടങ്ങൾ നേടിയ ആളുകളാണ്. അപ്പൊ അവർക്ക് വലിയ കയ്യടി തന്നെ. കയ്യടികൾക്ക് ദീപ്തി മാം, രവി മാം, ജിൻസൺ സാർ, ബിന്ദു മാഡം, അതായത് താളത്തില് കയ്യടികൾ. ടെസ്സി മാം, ടെസ്സി മാഡം, ടെസ്സി മാഡം, സാലി മാഡം,
വിനീത, ഗീത രാമചന്ദ്രൻ, ഗീത രാമചന്ദ്രൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് ശ്രദ്ധിച്ചിരിക്കുക. നീല ഗംഗാധരൻ, ഗായത്രി, ഗായത്രി, ഷബീന, ഷബീന, ഷീന മോൾ, ഷീന മോൾ, ഐശ്വര്യ, സോറി ആശിഷ, ആശിഷ, സാജിദ, സാജിദ, ജയ രഘുനാഥൻ, രാധ രമേശ്, രാഖി അനൂപ്, മിനി റജി, നിസാരിയ, സുബൈദ, സുപ്രൻ, റജീന, ഉഷാറായിട്ട് കൈയടിക്കേ, റഫിയ, അല്ലി രാജു, ശൈലജ ശേഖരൻ, ശൈലജ ശേഖരൻ, അക്ഷയ് രാജ്, സുൽഫിക്കർ, ജെറി, ചിന്നമ്മ, രാമകൃഷ്ണൻ സാർ, വേണു സാർ, സുബേർ സാർ, ഗീതാ സുരേന്ദ്രൻ, ശിവന, ജീവൻ, രതീഷ്, വസന്ത, ഉഷ, മൊമെന്റ് വാങ്ങിച്ച ഈ സൈഡിലൂടെ പോകാൻ നമുക്ക് ശ്രദ്ധിക്കാട്ടോ. മൊമെന്റ് വാങ്ങി അതിലൂടെ കടന്നു ഇതിലൂടെ പുറത്തേക്ക് പോകണം. റസ്യ വേണം. അതെ അതെ.
മാത്രം ബന്ധപ്പെടുക. സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് പ്ലീസ് കം ഹിയർ ടു ദ സ്റ്റേജ്. കയ്യടി കാണുമ്പോൾ രസമല്ലേ? ഇന്ന് കയ്യടിക്കുന്നവർക്ക് അടുത്തൊരു പ്രോഗ്രാമിൽ ഇതിലും വലിയ മൊമെന്റോസ് നൽകാൻ സാധിക്കുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇന്ന് കൈവരിക്കുന്നവർക്ക് മാത്രമേ ഇതുപോലെ മൊമെന്റോ ആക്കാൻ സാധിക്കുള്ളൂ എന്നതൊരു സത്യമാണ്. ഉഷാറായിട്ട് കയ്യടി. വിനീത മേഡം പ്ലീസ് കം ടു സ്റ്റേജ്. സെയിൽസ് എക്സിക്യൂട്ടീവ് വിനീത മേഡം. ജസ്റ്റിൻ, സെയിൽസ് എക്സിക്യൂട്ടീവ് ജസ്റ്റിൻ. ജെറിൻ. വിനീത. മാറുമാറേ. ഓക്കെ, അപ്പോൾ എല്ലാ സെയിൽസ് എക്സിക്യൂട്ടീവ്സിനും മൊമെന്റോ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു മൊമെന്റോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത വിനീത സാറിന് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പാത്തു മേഡം, സുജ മേഡം, ലില്ലി മേഡം, ബിന്ദു മേഡം, സ്മിത ഷിജു, ബിന്ദു മേഡം, ജിബി, അനു, സവിത, ലിജോസ, അംബിക സജീവ്, നസീമ നൗഷ, സാഹിറ സുധീർ, വത്സ അലി, രഞ്ജിത്ത്, റിഷാൻ, അമിത, സാബിറ, റഷീദ, താങ്ക് യു അതുൽ സാർ. നമ്മുടെ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ലീഡേഴ്സ്, ബ്രാൻഡ് ന്യൂ സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ലീഡേഴ്സിനുള്ള മൊമെന്റോ വിതരണം കഴിഞ്ഞു. ഇനി അതുൽ സാറിന് പെരുമ്പാവൂരിലെ ഫിജി കാർഡ് ഫാമിലിയോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സീമ മേഡം, രഞ്ജു ഷാജി, അനിത,
അലീന